ഞങ്ങളുടെ എളിയ മകനെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവൻ്റെ കുറവുകളും ബലഹീനതകളും അങ്ങ് ഏറ്റെടുത്ത് അവൻ്റെ ആഗ്രഹം പോലെ അങ്ങേക്ക് സേവ ചെയ്യുവാൻ, നല്ലൊരു വൈദികനായി തീരുവാനുള്ള ദൈവവിളി അവന് നൽകി ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ മേൽ കൃപ ചൊരിയണമേ. അമ്മ, ഇവളെന്നെ മീനെടുത്ത് വായിട്ടു. മോന് മീൻ അമ്മ തരാം. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വിളിക്കപ്പെട്ടവരാണ് വൈദികർ. തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദൈവജനത്തെ നയിക്കുവാനും കൂദാശകൾ പരിക്രമം ചെയ്യുവാനും വചന പ്രഘോഷണം നടത്തുന്നതുമാണ് വൈദികൻ്റെ ഉത്തരവാദിത്തം. ഈ വർഷത്തെ ദൈവവിളി ക്യാമ്പിന് ആരൊക്കെയാണ് പോകുന്നത്? ടോണി, നീയോ? ഞാൻ തലശ്ശേരി രൂപതയുടെ ഇടവക വൈദികനാകാൻ ആഗ്രഹിക്കുന്നു. അതിന് മിക്കോടെ വരെ സെമിനാരി എടുക്കത്തില്ലോ സാറേ? മതി, നിങ്ങളിരിക്കും. എല്ലാവരും ഇന്ന് പഠിപ്പിച്ച പാഠഭാഗം എടുത്ത് വായിച്ചേ. ഓ ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട മണവാട്ടിയുടെ ഈ യാത്രയിൽ അങ്ങ് എല്ലാവിധ സംരക്ഷണവും നൽകണമേ. മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും. അമ്മച്ചി, ചേട്ടാ, ചേച്ചി, അപ്പം ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഇനി അടുത്ത വർഷം കാണാം. എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊന്നും മുടക്കിയേക്കല്ലേ. എടി, ഒരു ഉമ്മ തന്നെ ആൻറ്റിക്ക്. എന്താടാ ടോണിമോനെ, നിനക്കൊരു വിഷമം? കാര്യം എന്താന്ന് എന്നോട് പറ. വിക്കൊള്ളവരെ സെമിനാരി എടുക്കില്ലേ ആന്റി? ആര് പറഞ്ഞു? എല്ലാരും പറഞ്ഞു. എല്ലാരും എന്നെ കളിയാക്കുക. വിക്കൊള്ളവരെ സെമിനാരി എടുക്കില്ലാന്ന്. മോൻ ബൈബിളിൽ മോശയുടെ കഥ വായിച്ചിട്ടില്ലേ? സംസാരിക്കാൻ കഴിവില്ലാത്തവനും ഭയപ്പെട്ടിരുന്നവനുമായ മോശയെയാണ് ദൈവം വിളിച്ചത്, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ. അതുപോലെ തന്നെ നിന്റെ ബലഹീനതകളും കുറവുകളും എല്ലാം നീക്കി ഈശോ നിന്നെയും തിരഞ്ഞെടുക്കും. മനകുരുക്കി നീ പ്രാർത്ഥിച്ച ഈശോ നിന്റെ കൂടെ ഉണ്ടാകും. മോൻ വിഷമിക്കേണ്ട കേട്ടോ. മോന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. മനമുരുകി പ്രാർത്ഥിക്കുന്നവരുടെ വിഷമം ദൈവം എന്താണെങ്കിലും കേൾക്കും. എന്നാ പിന്നെ ആന്റി ഇറങ്ങട്ടെ കേട്ടോ. നീ എന്തിനാണ് 5 ദിവസം കളയാൻ വേണ്ടി ക്യാമ്പിന് വന്നത്? മുടന്തുള്ളവരെയും വിക്കുള്ളവരെയും ഒന്നും സെമിനാരിയിൽ എടുക്കത്തില്ല. ഈശോ എന്നെ വിളിക്കും. പ്രിയ കുട്ടികളെ, ഇന്ന് നമുക്കുള്ളത് ഡയറക്ടേഴ്സുമായുള്ള മീറ്റിംഗ് ആണ്. അച്ഛൻ നമുക്കായി ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും അച്ഛനെ പോയി കാണണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. മോന്തിരിക്ക്. മോന്റെ പേരെന്താണ്? ടോണി സെബാസ്റ്റ്യൻ. ടോണിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പച്ചൻ, അമ്മച്ചി, വല്യമ്മച്ചി, സിസ്റ്റർ ആൻറ്റി, അനിയത്തി. ടോണിയുടെ ഇടവക ഏതാണ്? വെള്ളരിക്കുണ്ട് ഇടവക. മോൻ എന്തിനാണ് വൈദികനാകാൻ ആഗ്രഹിക്കുന്നത്?
ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കാനുള്ള ഈശോയുടെ ആഹ്വാനം സ്വീകരിച്ച് ജീവിച്ചുകൊണ്ട് ഒത്തിരിയേറെ ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാനും ഈശോയുടെ അടുത്തേക്ക് എത്തിച്ചേരുവാനും വേണ്ടി. ഓക്കെ ടോണി. താങ്ക് യു ഫാദർ. മോനെ ടോണി, നിന്നെ സെമിനാരിയിൽ എടുത്തു. എടിയേ, ആ നമ്മുടെ ടോണി മോന്റെ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? അവന്റെ വിക്കൊക്കെ മാറിയോ? അവനിപ്പോ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ ശക്തമായ എന്തോ ഇടപെടൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, നേരാണോ മോനെ? നിന്നെ സെമിനാരിയിൽ എടുത്തോ? വികാരിച്ചും കത്ത് വായിച്ചു. ദൈവമേ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അമ്മച്ചി എന്നെ സെമിനാരിൽ എടുത്തു. മോനെ ടോണി, നീ വേഗം കുളിച്ചിട്ടോ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു.